അപ്പോൾ വെൽക്കം ടു അവർ സെക്കൻഡ് ഡേ ഇൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ലോട്ടർബ്രണ്ണൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. നിങ്ങൾ പലരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വില്ലേജിൽ ഒരു ചെറിയൊരു നാരോ വെള്ളച്ചാട്ടം നല്ല മുകളിൽ നിന്ന് വീഴുന്ന, അതാണ് ലോട്ടർബ്രണ്ണൻ വില്ലേജ്. അതിനടുത്ത് തന്നെ അതിൻ്റെ മുകളിലായിട്ട് മുറേൻ എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല സണ്ണി വെതറാണ്. നമ്മൾ ഇന്നലെ ബ്രെയിൻസ്, ഇൻ്റർലേക്കൺ, ഐസൽവാൾഡ് ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേ. ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി ഞാൻ ഈ 3 ദിവസങ്ങൾ, ഇന്നലെ ഇന്നും നാളത്തെയും എല്ലാം കൂടി ഒറ്റ വ്ളോഗായിട്ട് എടുക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് മീൻസ് നമ്മൾ എവിടെയായിരുന്നു പോയത്, റെയിൻസ് വാട്ടർഫോള്, അതും സൂറിക്കും ലൂസേണും എല്ലാം കൂടി ഞാൻ ഒറ്റ വ്ളോഗായിട്ട് ഇടാൻ വേണ്ടി ഞാൻ അത് സെക്കൻഡ് പാർട്ട് അതൊന്നും പറഞ്ഞിട്ടായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ ഓൾറെഡി എടുത്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പം ഇന്ന് നല്ല വെതറാണ്. പുറത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇവിടുത്തെ വ്യൂ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് നല്ല വെയിലായപ്പോഴത്തേന് പകല് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. സോ ഗൈസ്, ഇന്ന് നല്ല ബ്രൈറ്റ് വെതറാണ്. ഇന്നലെ നല്ല ബ്രൈറ്റ് വെതറായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തും. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ട്രെയിൻ വരും. നമുക്ക് 2 ട്രെയിൻ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ. നമ്മളപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ലോട്ടർബ്രണ്ണനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ വില്ലേജാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നടന്ന് കാണാൻ പറ്റും. അവിടെ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അടുത്ത് നിന്നിട്ട് കാണിക്കാം. നല്ല തിരക്കുണ്ട്. വാട്ടർഫോൾസിന് അടുത്തെത്തി. സ്റ്റോബാഗ് ഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റോബാഗ് ഫോൾ എന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലോട്ടർബ്രണ്ണനിൽ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ട്രക്ക് ചെയ്യാനൊക്കെ റെഡിയായിട്ട്, കുറേ നടക്കാൻ വേണ്ടി റെഡിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറേ വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പോകാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗൈസ്, അപ്പം ഇതാണ് വാട്ടർഫോളിൻ്റെ വ്യൂ. പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പശു സ്വിറ്റ്സർലൻഡിലെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. എവിടെ പോയാലും നമുക്ക് കൗ ബെൽസ് കാണാൻ പറ്റും. നമുക്കിപ്പം ആ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല.
ഇതിപ്പോൾ സ്റ്റൗബി ഫോൾ എന്ന് പറയുന്ന ലോട്ടർബ്രണ്ണനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോളാണ്. നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ തന്നെ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ആ കാണുന്ന ഇതുവഴി മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ ഇത് ശരിക്കും അടുത്തുള്ള വ്യൂ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ മുകളിൽ പോകുന്നില്ല, മുകളിൽ പോകാം. എന്നിട്ട് നമുക്ക് ഈ വില്ലേജ് ഇറങ്ങി കാണാം. ഇവിടെ ഒരു ശ്മശാനമുണ്ട്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വർഗത്തിലെ ശ്മശാനം എന്ന് പറയുന്നത്. അതും പോയി കാണാം. ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയാണ്. ഭയങ്കര നീറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്ക്, റോഡിലൊന്നും ഒരു പേപ്പർ പോലും വേസ്റ്റ് കാണാനായിട്ട് പറ്റില്ല. എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നോർമലി ബാക്കി സ്ഥലങ്ങളിൽ പോകുമ്പം ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വൃത്തിയായിരിക്കും യൂറോപ്യൻ കൺട്രീസിൽ. പക്ഷെ ഉള്ളോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പം ചെറിയ അത്യാവശ്യം നീറ്റ് തന്നെയാണ് എല്ലാ യൂറോപ്യൻ കൺട്രീസും. പക്ഷെ എന്നാലും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്ന് വരും. പക്ഷേ ഇത് ഫുള്ള് ഭയങ്കര നീറ്റ്, ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇത് അവിടെ ഒരു മഞ്ഞുമല കണ്ടില്ലേ ഗൈസ്? ഇതാണ് ഭൂമിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്മശാനം എന്ന് പറയുന്നത്, ലോട്ടർബ്രണ്ണനിലെ ശ്മശാനം. ഇത് കണ്ടോ, മലയുടെ ചുറ്റും ഒരു വെള്ളച്ചാട്ടത്തിനരികിലായിട്ട് ഒരു ശ്മശാനം. എല്ലാ ശ്മശാനത്തിലും അവർ പേരും ഇയറും പിന്നെ പൂക്കളും ചെറിയ ഗിഫ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ശ്മശാനം കണ്ടിട്ട് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത്. ഈ മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോകുന്നെന്ന് പറയുന്ന ഇതായിരിക്കും അല്ലേ? അല്ലേ? ആ ശരിയാ, ശരി തന്നെ. ഓക്കെ, ദൈവം അതിപ്പോ നമ്മൾ അങ്ങൊന്നും ഇങ്ങി വരെ വരണ്ടേ മരിച്ചു കഴിഞ്ഞാല്? ആ ശരിയാ. എന്ത് രസാണല്ലേ കാണാൻ. ഇവിടൊക്കെ മരിച്ച് അടക്കിയിട്ടുള്ളവർ ഭാഗ്യം ചെയ്തവരായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ സെമിത്തേരി കണ്ടിട്ട് ഇറങ്ങാണ്. ഇനി നമുക്ക് കുറച്ച് വില്ലേജ് നടന്ന് കാണാം. നമ്മളിവിടെ ഒരു ചെറിയ ഷോപ്പ് കണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാം. നല്ല വെയിലാണ്. ഇവിടെ അയ്യോ നല്ല സുഖം. ഇതേ ഇവിടെ കണ്ട 2 വാട്ടർഫോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മെയിൻ വാട്ടർഫോൾ. ഇവിടെ പിന്നെ വേറെയും കുറേ വാട്ടർഫോൾസ് ഉണ്ട്. ഇങ്ങനത്തെ വീടുകളെയൊക്കെ, അതായത് നമ്മൾ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഇങ്ങനത്തെ വീടുകളെയൊക്കെ ഷാലെ ഹൗസുകളെന്നാണ് പറയുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഇങ്ങനത്തെ വീടുകളാണ് ഷാലെ ഹൗസുകൾ. ഗൈസ്, നമ്മളപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, കാണുന്ന പോലെയല്ല. അപ്പോൾ ഇനി കയറി ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഇത്രയും നടന്ന് ഇവിടെ വരെ എത്തി. ഞാൻ ഷൂ അല്ലായിരുന്നു ഇട്ടിരിക്കുന്നത്, നോർമൽ ചെരുപ്പ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനെന്താണ് എന്നെ നിർബന്ധിച്ച് കയറ്റിയത്. ഇനി നമ്മൾ ഈ ഗുഹയിൽ കൂടെ കയറി പോകണം. ആ വാട്ടർഫോളിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം വീഴുമെന്ന്. അതെ അതെ. ഗൈസ്, ഇവിടെ നല്ല തണുപ്പുണ്ട്, ഭയങ്കര നല്ല കൂളിങ്. മലയുടെ ഇടയിൽ കൂടെയാണെന്ന് തോന്നുന്നു ഇവർ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഈ സ്റ്റെപ്പ് വരണോ ഗൈസ്? അപ്പോൾ ഇതാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള വ്യൂ. നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വീഴുന്നതാണ്. എപ്പോഴും ചെറുതായിട്ട് നമുക്ക് തുള്ളികളായിട്ട് വെള്ളം വീഴുന്ന കാണാമായിരിക്കും.
നമ്മളപ്പോൾ വാട്ടർഫോള് മുകളിൽ കയറിയിട്ട് ഇറങ്ങി. ഇനി നമ്മൾ മുറയൻ വില്ലേജിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബസ്സുണ്ട് ഒരു 40 മിനിറ്റ് അല്ല, ഒരു മണിക്കൂറിനുള്ളിൽ. അപ്പം അതിൽ കയറിയിട്ട് നമ്മൾ അവിടുന്ന് കേബിൾ കാർ എടുത്തിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരാൾ വീണിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ പുള്ളിക്ക് താഴോട്ട് തനിയെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഹെലികോപ്റ്റർ വന്നിട്ട് പുള്ളിയെ എടുത്തിട്ട് പോവുകയാണ്. ഇപ്പോൾ വന്ന് പെട്ടെന്നെല്ലാം കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കയറ്റിയല്ലേ. അത് കൊള്ളാം. ഇവിടെ വീട് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വരെ വരും നമ്മളെ കയറ്റാൻ വേണ്ടി. വേറെ ഏത് സൈഡിലോട്ട് പോകുന്നത്? അത് വീണ്ടും കറങ്ങി വരണോ? പുള്ളി എടുത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ വീണ്ടും വന്നിട്ട് ട്രൈ ചെയ്യുവാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ ശരിക്കും അത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇയാൾ എങ്ങനെ താഴേക്ക് ഇറക്കും. കൂടെ വന്ന ആൾ കുറച്ചൊക്കെ പുള്ളിയെ നടത്തിക്കൊണ്ട് വന്നു, പക്ഷെ അതിൻ്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇത് സീൻ. നമുക്ക് സാധാരണ ആംബുലൻസ് ഒക്കെ നാട്ടിൽ വണ്ടി വരും, ഇത് ഹെലികോപ്റ്റർ വരും. അതാണ് കാരണം എല്ലാ ആളുകളും നടക്കുന്ന സ്ഥലമാണ്. കാരണം ഇതൊരു സ്റ്റീപ്പാണല്ലോ, നിരപ്പിലൊന്നും നിർത്താൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെയാണ് അടുത്തായിരുന്നേ നമുക്ക് കാണാമായിരുന്നു. നമ്മളിപ്പോ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കുക. അതായിരിക്കും. ഇത് ഫസ്റ്റ് പോയിട്ട് അവര് തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു, കയറ്റിയില്ലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്തായാലും അടിപൊളി. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ വെക്കുന്നത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. നമുക്ക് അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ റിവർ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി. എല്ലാ സ്ഥലത്തും അവർ ആ ഭംഗിയും വ്യൂ ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വെള്ളം എടുക്കാം. നമ്മളങ്ങനെ ബസ്സിൽ കയറി. ഇവിടുന്ന് തന്നെയാണ് ബസ് കിട്ടിയത്. ഇവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റേ ഉള്ളേ. എന്നിട്ട് അടുത്ത സ്ഥലത്തുനിന്ന് നമ്മൾ കേബിൾ കാർ എടുത്ത് ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്ത് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു വാട്ടർഫോൾ ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് കേബിൾ കാർ ഉള്ളത്. ഗൈസ്, ഇതാണ് നമ്മൾ വന്ന ബസ്. രണ്ട് തട്ടുള്ള ബസ്. 2 തട്ടല്ല, 2 എണ്ണം കണക്ട് ചെയ്തുള്ള ബസ്. ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിൽ പോകണം. ഗൈസ്, ഇത് ഫുള്ളാണ്, നിറയെ ആളുണ്ട് ഇതിൽ. ഗൈസ്, നമ്മളിപ്പോൾ മുറൈനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു കാർ ഫ്രീ വില്ലേജാണ്. ഇങ്ങോട്ടേക്ക് കാറൊന്നുമില്ല. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് അപ്പോൾ താഴേക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി അവരും കേബിൾ കാർ യൂസ് ചെയ്യായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നടക്കുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ കാറില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ, നല്ല പൂക്കളും, അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പം കുറേയും കൂടെ നമുക്ക് ഷോപ്പുകളൊക്കെ കാണാം, റെസ്റ്റോറൻറ്റും ഒക്കെ. നല്ലൊരു വ്യൂ ഉണ്ട്. അടുത്ത കൂപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. ഇന്നലെ ഞാൻ ഇൻ്റർലേക്കനിലെ കൂപ്പിൽ നിന്ന് സ്ട്രോബെറീസ് വാങ്ങിച്ചായിരുന്നേ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് ഫുള്ളാവും കേട്ടോ. സാലഡും എഗ്ഗും എല്ലാം കൂടിയായിട്ട് അതിന് 6 ഫ്രാങ്കേ ഉള്ളൂ. നമ്മളീ ഒരു ചിക്കൻ നഗറ്റ്സും ഒരു ബർഗറും എടുത്തു. 2നും 6 സ്വിസ് ഫ്രാങ്ക് വെച്ചിട്ടേ ഉള്ളൂ. അത് ലാഭമാണ്. സ്വിറ്റ്സർലൻഡിൽ ട്രാവൽ ചെയ്യുമ്പം എപ്പോഴും കൂപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. ഉള്ളതിൽ വെച്ച് അഫോർഡബിൾ ഇതാണ്. കാണിച്ചായിരുന്നു ഫുഡ്. നല്ല ചിക്കൻ നഗറ്റ്സും നല്ല ചിക്കൻ ബർഗറും കഴിച്ചു. വയറും നിറഞ്ഞു. നല്ല കോക്കനട്ട് വാട്ടറും കിട്ടി. വാട്ടർ കുടിച്ചപ്പോൾ ഒരു വല്ലാത്ത ശക്തിയാണ്. അതെ, നല്ല രുചി ഉണ്ടായിരുന്നു.
ആ ശരിയാ, ഇവിടെ നല്ല തണലുണ്ടായിരുന്നല്ലേ. അതെന്താ അവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം? ഗിമ്മൽ വേൾഡ് വരെ നടക്കാൻ വയ്യ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആകുമ്പോൾ 1 hour ആവില്ലേ? ഈ ഒരു സ്പോട്ടിൽ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ്. നല്ലൊരു കിടിലൻ ഫോട്ടോ സ്പോട്ടാണ്. ഞാൻ അടുത്തേക്ക് വന്നപ്പോഴത്തേനാണ് അവിടെ നിന്ന് എല്ലാവരും എന്തിനാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ നിന്ന് വ്യൂ കിടിലമാണ്. ഇത് ക്യാമറയിൽ എത്ര ഭംഗിയോടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ നമുക്ക് മൗണ്ടെയ്ൻസ് ഒക്കെ കാണാൻ പറ്റും, പക്ഷെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളൊരു വേണോ? ഒരു കാറല്ല ഉള്ളു കളക്ഷനിൽ. കാർ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ നമുക്കൊരു ലോട്ടർ ബ്രണ്ണന്റെ ഒരു സൊവനീറും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു തിരിച്ച്. മുറേൻ വേണ്ട, ലോട്ടർ ബ്രണ്ണൻ പോരെ നമുക്ക്. എല്ലാം കൂടി എടുക്കണ്ടെന്നാണ് എടുക്കാം. വേണ്ട ലോട്ടർ ബ്രണ്ണൻ. അപ്പൊ നമുക്ക് വേറെ എവിടെങ്കിലും കയറി വാങ്ങിക്കാം. അതെടുക്കാം. പക്ഷെ അതും ഒരു പഞ്ചില്ല കാണാൻ വേണ്ടിയിട്ട്, ഡ്രസ്സില്ല. വേറെ കിട്ടുമോ നോക്കാം. നമ്മളപ്പോൾ മുറൈനിൽ നിന്ന് തിരിച്ചിറങ്ങി ഗ്രൊണ്ടോള വഴി കേബിൾ കാർ കയറിയിട്ട് ഇനിയിപ്പം ആ ബസ് സ്റ്റോപ്പിൽ ബസ് വരും, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർഫോളിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ബസ്സിൽ കയറിയില്ല, ഈ വാട്ടർഫോൾ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല, പോയി നോക്കാം. എന്ത് ഫോഴ്സിലാണല്ലേ വെള്ളം പോകുന്നത്. സൗണ്ട് വെക്കാലോ നിങ്ങൾക്ക്. അങ്ങോട്ട് പോയാലും വാട്ടർഫോൾ ആണോ? ഇവിടെ നമുക്ക് നോക്കാം. അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അത്രയും വെള്ളം വരുന്നുണ്ടല്ലേ അവിടുന്ന്. വേണ്ട. ഇതാണ് ആ മുറൻ ബാക്ക് ഫോൾസ്. നമ്മൾ കുറച്ച് മുന്നേ പോയ വില്ലേജ് ഉണ്ടല്ലോ, അതങ്ങ് ഏറ്റവും മേലെയുള്ള മുറൻ വില്ലേജ് ആണ്. മുറേൻ വില്ലേജ്. അപ്പം അത് അവിടെ പോയി. അപ്പം അവിടെ നിന്ന് വരുന്ന ഫോൾസ് ആണ് മുറേൻ ഫോൾസ് എന്ന് പറയുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. നല്ല ഒരു രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ അത് ഇങ്ങനെ പോകുന്നതാണ്.
ഇന്നത്തെ ദിവസം ഇവിടെ തീരെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ്. നാളെ നമ്മുടെ പ്ലാൻ ഗ്രിൻഡൽ വേൾഡിലോട്ടാണ്. അപ്പം അവിടെ വെച്ച് കാണാം. അതുവരേക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ 4th ഡേ ആണ് സ്വിറ്റ്സർലൻഡിലെ. അതേപോലെ തന്നെ ഈ വില്ലേജിൽ, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 3rd ഡേയുമാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകും. ഇവിടുന്ന് പോകാൻ കുറച്ച് വിഷമമുണ്ട്, കാരണം ഇവിടെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ രാവിലെ ആകുമ്പം ഇവിടുന്ന് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്ഥലത്തെ ഒരു ചെറിയ വില്ലേജ് പോലെയാണ്. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല. നമ്മൾ ഇപ്പോൾ ഇന്റർലേക്കൺ, ലോട്ടർ ബ്രണ്ണൻ അങ്ങനത്തെയൊക്കെ വില്ലേജിൽ പോയിട്ട് നമ്മളൊരു മെയിൻ സ്റ്റോപ്പിൽ വന്നിട്ട് ഇറങ്ങും. അവിടെ നിന്ന് ഒരു കുഞ്ഞൊരു ട്രെയിനാണ് ഇങ്ങോട്ടേക്കുള്ളത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ 5-6 പേര് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കാണുള്ളൂ. അപ്പം അത് നല്ല രസമായിരുന്നു, നല്ല കാഴ്ചകളൊക്കെ കണ്ടുവരാനായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഗ്രിൻഡൽവാൾഡും ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കൂടുതലും അവിടെ ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ക്ലിഫ് വാക്കും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ഹൈറ്റൊക്കെ. അപ്പം ഞാൻ ക്ലിഫ് വാക്കൊക്കെ ഉണ്ട് അവിടെ, ചെയ്യാൻ ഒരു ചാൻസും കാണുന്നില്ല. ആനന്ദിന് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാം. അത് മാത്രമല്ല അവിടെ കാണാനും നല്ല വില്ലേജിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 7:30 കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഇനി അധികം കാണിക്കാനായിട്ട് ഞാൻ കുറേ ട്രെയിനിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സെയിം കാഴ്ചകളൊക്കെ ആണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ട്രെയിനിൽ പോകുന്ന ജേർണിയൊക്കെ ഞാൻ കാണിച്ചു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും രാവിലത്തേക്ക് ഇവിടെ കാണിച്ചു. ഇനി നമുക്ക് ഗ്രിൻഡൽവാൾഡിലെ കാഴ്ചകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇന്നിവിടെ ചെറിയ മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതേ നമ്മുടെ ഈ മൗണ്ടൻസിൻ്റെ അടുത്ത് ക്ലൗഡ്സ് ഒക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ട്രെയിൻ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക ഗ്രിൻഡൽവാൾഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നേരെ കാണുന്ന ഹോഫാൻ പോസ്റ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുവാണ്, ഇന്റർലേക്കൺ ഗ്രിൻഡൽവാൾഡൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത് കേട്ടോ. കാരണം കുറേ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയാണ്, പക്ഷേ നമുക്ക് എല്ലായിടത്തും എളുപ്പം പോകാനായിട്ട് പറ്റും. ബ്രെയിൻസിലൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. ഇന്റർലേക്കൺ, ഗ്രിൻഡൽവാൾഡ് എല്ലായിടത്തും പോകാൻ പറ്റും. നല്ല സർവീസാണ്, നല്ല റൂമാണ്, നല്ല സ്ഥലമാണ്. ഇപ്പം ഗ്രിൻഡൽവാൾഡിലൊക്കെ അല്ലെങ്കിൽ ഇന്റർലേക്കണിലൊക്കെ സ്റ്റേ എടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ലാഭത്തിൽ ഇപ്പം നമ്മൾ 4 ദിവസം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഇവിടെ എപ്പോഴേലും വരുവാണെന്നുണ്ടെങ്കിൽ ഹോഫാൻ പോസ്റ്റ് ഇന്നാൾ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഗൈസ്, നമ്മളങ്ങനെ ട്രെയിൻ ഇവിടെ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കാൻ, നമ്മൾ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളപ്പം ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റിലോട്ട് നടക്കുകയാണേ. അതാണ് ടോപ്പ് ഓഫ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിഫ് വാക്കും ബാക്കി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വില്ലേജ് വാക്ക് നടത്താമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. നമുക്കൊരു ജാക്കറ്റ് ഇടണം. മുകളിൽ ചെന്നാൽ കുറച്ചുകൂടെ തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മതിയാവൂ, ഈ ലെയർ മതിയാവുമോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി തണുപ്പുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് വേറെ എന്താവോ അവിടെ ഫോട്ടോ എടുക്കണ ഒരു സ്പോട്ടാണ്. നമുക്ക് ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ചോ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശക്കും ഉച്ചയാകുമ്പോഴത്തേക്ക്. മേലെയുണ്ട്, താഴെയുണ്ട്. ഫുഡ് എവിടെ ആയിരിക്കും?
അല്ല മേലെയാണെന്ന് തോന്നുന്നു ഫുഡൊക്കെ. ഹോട്ട് ഫുഡാണോ അത്? കോഴിയൊന്നും വേണ്ട, ചിക്കനൊക്കെ ഇരിക്കുന്നു. അതാണ് ഇന്നലെ ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത്, ഞാൻ കണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയത്തില്ല, എന്തൊരു കറിയൊക്കെയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കാം. ഇവിടെ ഫുൾ ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, മനസ്സിലാവില്ല. ആ അപ്പൊ അതെടുക്കാം. ഇതെന്താ? ഓക്കെ, ആ അതെടുക്കാം. ആ ഇല്ല, അതെടുക്കാം. പേ ചെയ്യാം. സോവനീർ. നമുക്ക് ഗ്രിൻഡൽവാൾഡിന്റെ വേറെ എവിടെയെങ്കിലും കയറി വാങ്ങിക്കാം. പേ ചെയ്യാം. ഇവിടെ അല്ലേ? വെച്ചോ. ഇംഗ്ലീഷ്. അയ്യോ അത് ഞാൻ എടുത്തില്ലല്ലേ. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ്. കാർഡൊന്നും ഇല്ലല്ലോ നമുക്ക്. നോ പേ. ഓ നമ്മൾ യെസ് കൊടുക്കണം, കാർഡില്ലെങ്കിൽ. ഡെബിറ്റ് കാർഡ്. യാ. മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വെതറിൽ 2 മണിക്ക് ശേഷമാണ് നല്ല മഴ കാണിക്കുന്നത്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മളെന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് റെയിൻകോട്ടൊക്കെ എടുത്ത് വന്നതുകൊണ്ട് സേഫായി. വളരെ നല്ലൊരു ഇതായിരുന്നു തീരുമാനം. ഞാനതിപ്പോൾ പറയായിരുന്നു, റെയിൻകോട്ട് എടുത്ത്. അതെ, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വലിയ പണിയായിപ്പോയേനെ. മഴ പെയ്യുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കേട്ടോ. ആ ക്ലൗഡ്സ് ഒക്കെ വന്നിട്ട് ആ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണതാണ്. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ആ ടിക്കറ്റ്സ് അതന്നെ. ഇംഗ്ലീഷ് സെലക്ട്. ഓ എങ്ങോട്ടേക്ക് പോകണം? ഫസ്റ്റ് എടുക്കുക. ഇതെന്താ? ഓ ഇംഗ്ലീഷ് അല്ല, നമ്മൾ ഇതെന്താ ഡച്ചാ? ഇത് ഏതാ? ഡി ഏതാ? റിട്ടേൺ. തിരിച്ചു തരണല്ല. ടുഡേ 2 adults. ഓ നമ്മൾ സ്വിസ് പാസ് ആഡ് ചെയ്യണം. അതെവിടെയാണ്? സ്കാൻ ചെയ്ത് നോക്കാം. 1 മിനിറ്റ് നോക്കാം. ഗൈസ് നമുക്ക് ടിക്കറ്റ് കിട്ടി. 1 അല്ല 2 വന്നു. ഓക്കെ, പെട്ടെന്ന് വരുന്ന അനുസരിച്ച് ചാടിക്കയറണം. അങ്ങനെയാ. ബാ ബാ ബാ, കിടക്കോ. ഇത് നിക്കില്ല, ഇതിറങ്ങിക്കൊണ്ടിരിക്കും. അതെ, ഇത് തന്നെയല്ലേ? അതെ അതെ, എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും. ഇതന്നെ ആയിരിക്കും. തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് മറ്റേ നമ്മള് ഇതില് ജുങ്ഫ്രൂയിൽ പോവല്ലോ. ഓ ക്ലോസ് ആയി അവിടെ. നമ്മളെ എടുത്തോണ്ട് പോണേ.
അപ്പൊ ഒരാൾ കയറി കഴിഞ്ഞാൽ അത് എടുത്തിട്ട് പോകും. നമ്മുടെ ക്യാമറ പിടിച്ചോടാ. ഹായ്. മഴ ആയതുകൊണ്ട് ഇച്ചിരി വ്യൂ കുറവുണ്ട്. ഗൈസ്, ഇത് നമ്മൾ പോകുന്ന ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് വരെ എത്താൻ 25 മിനിറ്റ്സ് എടുക്കുമെന്നാ പറയുന്നത്. ക്രിമിറ്റോമിയൊക്കെ യുങ്ഫ്രൂയിലാണ് കയറിപ്പോയത്. നമ്മൾ യുങ്ഫ്രൂയില് പോയില്ല. അവിടെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞ മലകൾക്കിടയിൽ ടോപ്പ് ഓഫ് യൂറോപ്പ് ആണത്. അത് യുങ്ഫ്രൂ പക്ഷെ നമ്മൾ എടുത്തില്ല. ടിക്കറ്റ് ഭയങ്കര ചാർജുമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു 78 ആയി വിത്ത് സ്വിസ് ട്രാവൽ പാസ്. എല്ലാരും പോകും. വെറുതെ അവിടെ പോയി എന്നാല് മുകളിലത്തെ വ്യൂ ഒക്കെ ഉണ്ട്. വീടുകളൊക്കെ കണ്ടോ? ഇപ്പൊ ഉൾപ്രദേശമാണെങ്കിൽ പോലും എവിടെ ഒരു വേസ്റ്റോ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ പാരീസിലൊക്കെ പോയപ്പോഴാണെങ്കിലും സ്റ്റേഷനിലൊക്കെ കുറച്ച് മറ്റേ സ്ട്രീറ്റിൽ ആളുകളൊക്കെ കിടപ്പില്ലായിരുന്നു. ഇവിടെ ഒന്നും സ്ട്രീറ്റിലൊന്നും ഒരാളെ പോലും കാണാനില്ല. ഭയങ്കര എന്താ നീറ്റ് ആൻഡ് എന്താ അവർക്കൊരു നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏറ്റവും ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ളൊരു കൺട്രി എന്നാണല്ലോ സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്നത്. നമ്മുടെ ബാക്കില് ബാക്കി ഗ്രണ്ടോളുകളൊക്കെ വരുന്നുണ്ട്. ഓ അതല്ലേ നമ്മള് കേറിയപ്പോ അപ്പൊ തന്നെ അടഞ്ഞായിരുന്നല്ലോ. മേലോട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ല മഞ്ഞായി തുടങ്ങി. തണുപ്പുണ്ട്. അത് തിരിക്കുമ്പോഴൊരു തണുപ്പ് ഫീൽ. നടന്നു കയറുന്നവരുണ്ട്, ഞാൻ കണ്ടായിരുന്നു. 25 മിനിറ്റ് നടന്നു. ഓ 25 മിനിറ്റല്ലേ ഉള്ളൂ. നമുക്ക് ഇതില്ല, മറ്റേതിൽ 1 മണിക്കൂറായിരിക്കും അല്ലേ നടന്നു കയറുകയാണെങ്കിൽ. നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പിലെത്തി. ഇവിടെയല്ല നമ്മൾ ഇറങ്ങണേ, ലാസ്റ്റ് സ്റ്റോപ്പിലാണ്. എല്ലാ ഗ്രൗണ്ടുകളും ഇവിടെ ഉണ്ട്. ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോൾ അവർ ഡോർ തുറന്നു തരും. നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ അത് തനിയെ ക്ലോസ് ആവും. നമ്മൾ ഗ്രൗണ്ടോളയിൽ നിന്ന് വന്നിറങ്ങി. ഇത് പക്ഷെ ഒന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞ്. പിന്നെ തെങ്ങോട്ടേക്ക് നമ്മൾ പോണ്ടേ? അതിനകത്താ അറിയില്ല. ഓ അതിനകത്ത് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ശരിക്കുവേ സമ്മറിലാണ് ഇവിടെ വരണ്ടതെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ ഇന്ന് സമ്മറാണ്, പക്ഷെ വെയിലുള്ളപ്പോഴാണെന്ന് തോന്നുന്നു വരണ്ടേ. കാരണം താഴേക്കുള്ള വ്യൂ ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ. ഇന്ന് പക്ഷെ നമ്മൾ മേഘത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതറിയാമോ? നമ്മൾ ശരിക്കും മേഘത്തിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു നിൽക്കണേ അല്ലേ? ക്ലൗഡ്സ്. എങ്ങോട്ടാ പോകണ്ട നോക്കാം. ഇതുവഴിയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലിഫ് വാക്കിൽ പോകേണ്ടത്. ഇപ്പം കുറച്ചും കൂടെ വ്യൂ ഒക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് തോന്നുന്നു ക്ലിഫ് വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ അതിൻ്റെ വ്യൂ കാണാൻ പറ്റേണ്ടതാണ്. ഈ സൈഡിൽ ഇതിങ്ങനെ പോയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം മഞ്ഞായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. വേറെ ഇങ്ങോട്ട് തന്നെയല്ലേ അവർ എഴുതിയും വെച്ചിരുന്നത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. മലയും ഒരു റെസ്റ്റോറൻറ്റും ആ ക്ലിഫ് വാക്കും ക്ലിയർ ആയിട്ട് കാണേണ്ടതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിഫ് വാക്ക്. എത്രയുമല്ല, ഇത് ഇതുവഴി ഇങ്ങനെ കറങ്ങി കറങ്ങി ഏറ്റവും മേലെ എത്തും. ഇപ്പോൾ ചെറിയൊരു വ്യൂ കാണാം. നമുക്ക് ഇതുവഴി നടന്നിട്ടാണെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക് ഇറങ്ങേണ്ടത്. മഞ്ഞായതുകൊണ്ട് എനിക്ക് താഴെയുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഹൈറ്റ് കണ്ട് എനിക്ക് പേടിയാവും. ആ റെസ്റ്റോറൻറ്റ് ഫസ്റ്റ്. നമ്മൾ ശരിക്കും കയറി വന്ന വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി മുകളിലെത്തി. ഇത് താഴേന്നേ തുടങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ടാണ് മുകളിലെത്തേണ്ടത്. പക്ഷേ എനിക്കറിയില്ല. നമ്മൾ ഇറങ്ങിയ സ്റ്റേഷനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിയില്ലേ, അവിടുന്ന് കുറച്ചൊരു താഴേക്ക് പോയില്ലേ, ആ താഴെ പോയിട്ടാണ് വരേണ്ടത്. പക്ഷെ എല്ലാവരും ഇങ്ങനെ വന്നു. പേടിയുള്ളവർക്ക് ഇത് ചെയ്യാം. നമുക്കിനി മറ്റേ ചെയ്യണ്ടല്ല. എന്താണ്
എന്നാ വാ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിട്ട് പോവാം. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ. അതൊന്നും കാണാൻ പറ്റില്ല, നല്ല വ്യൂ കിട്ടിയേനെ. പക്ഷേ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി. സോ ഗൈസ് വി റീച്ച്ഡ് ഹിയർ ഫൈനലി. ഇവിടെ നമുക്ക് തുടങ്ങണം ഇനി ക്ലിഫ് വാക്ക്. ഇതിൻ്റെ ഈ മലയുടെ ചുറ്റും ഇങ്ങനെ നടന്നാണ് മേലെ എത്തുന്നത്. ഗൈസ് നമുക്കിപ്പം ക്ലിഫ് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സൈറ്റഡ് ആണോ? സൺപരിച്ച് താഴേക്ക് നോക്കാണ്ട് ഞാനങ്ങ് തുടങ്ങിയാണ്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ലടാ. താഴോട്ടൊന്നും വലുതായിട്ട് കാണില്ല. ഇത് കണ്ടൊരു ലോക്ക്, അത് കൊള്ളാം അല്ലേ? ആ അവിടെ എത്താറായോ നമ്മള്? അയ്യോ ഈ സ്ഥലമാണ് എനിക്ക് പേടി. ഞാനിവിടെ നിർത്താം. പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ? ഒന്നും കാണാത്തോണ്ട് പ്രശ്നമില്ല. എന്നാലും സൈഡിൽ ഇതില്ല. ഞാൻ ഫ്രണ്ടിൽ പോവാം. അല്ല നീ ഫ്രണ്ടിൽ പൊക്കോ, അതാകുമ്പോ എനിക്കൊന്നും കാണില്ല. നടന്ന് നമ്മൾ ഏകദേശം ഇവിടെ എത്തി. സോറി. ആ വഴി ഇറങ്ങിക്കൂടാ, പക്ഷേ ബോധമില്ലാത്ത ചിലവര് തിരിച്ച് ഈ വഴി ഇറങ്ങുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്ലിഫ് ഒക്കെ ആകുമ്പം 2 സൈഡിൽ കൂടി ഇറങ്ങിക്കൂടാ. അവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ. നമ്മളതുകൊണ്ടാണ് തിരിച്ചു നടന്ന് താഴെയും തുടങ്ങിയത്. നമ്മൾ മുകളിലെത്താറായി കേട്ടോ. എനിക്ക് പേടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് അവിടെ കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട്. വാട്ടർഫോൾ കാണാനും പിന്നെ യുങ്ഫ്രൂ കാണാനും ഒക്കെ ആയിട്ട് കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല മഞ്ഞ് കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിഫ് വാക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവും. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പേടിയില്ലാണ്ടെങ്കിൽ നടന്നു വന്നു. അവരവരുടെ നാഷണൽ സോങ് ആണെന്ന് തോന്നുന്നു പാടി ഫ്ലാഗൊക്കെ ഇട്ട് പോകുന്നു. അയ്യോ ഫോക്കസ് പോയോ? നമ്മളങ്ങനെ ഇവിടെ എത്തി. നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാവേ. അവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ ഒന്നും കാണില്ല ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ. എന്നാലും നമുക്ക് പോവാം. ഗൈസ് നമ്മളങ്ങനെ ഇപ്പം എന്തേ ലാസ്റ്റ് ഈ ക്ലിഫ് വാക്കിൻ്റെ എൻഡിലെത്തി. ഒന്നും കാണാനില്ലെങ്കിലും നമ്മൾ ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ മേലെ കണ്ട റെസ്റ്റോറൻറ്റിൽ ഒരു സുവനീർ ഷോപ്പും പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ. നമ്മളിവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി എന്നിട്ട് $1 എടുത്തിട്ട് താഴേക്ക് നമുക്ക് പോകാം. നമ്മളങ്ങനെ വീണ്ടും സ്ഥലങ്ങളൊക്കെ കണ്ട് വിസിബിലിറ്റി കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? ഇവിടെ നമുക്ക് നടക്കാൻ പോവാം. നമുക്ക് ഈ ഗ്രിൻഡൽവാൾഡ് ബേക്കറി ട്രൈ ചെയ്ത് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു, ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഫേമസ് ആണെന്ന്. ചീസിൻ്റെ ചോദിച്ചു നോക്കാം എന്താണതെന്നുള്ളത്. Yeah. Do you have that one also? No. Okay. Okay. So we will try this one. Yeah. Can we get? Do you have hot chocolate? Yes. Can we get one hot chocolate? നമ്മളപ്പോൾ ഈ ഒരു ഐറ്റം പറഞ്ഞു, ഒരു പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഒരു ചീസിൻ്റെ ഐറ്റമാണ്, പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞു. അപ്പം നമുക്കിത് കഴിച്ചിട്ട് ഇറങ്ങാം. ട്രൈ ചെയ്യുക, അഭിപ്രായം പറയും. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. ചീസിൻ്റെ ഐറ്റമാണ്. ചൂടുണ്ട്, വയ്യ കഴിക്കും. ഞാൻ പറയാം, നമ്മൾ
ഓംലെറ്റ് ഉണ്ടാക്കുമ്പം മുട്ടയും ചീസും വെച്ചിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു സംഭവം. ഇഷ്ടപ്പെട്ടില്ലേ? ആ അതേപോലത്തെ, പക്ഷെ ചീസിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്. കൊള്ളാം, അത് കൊള്ളാം. ഇത് കൊള്ളായിരുന്നു ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ, വീണ്ടും നമ്മൾ മുന്നേ ക്ലിഫ് വോക്കിന് പോയ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. അതിൻ്റെ അതേ തൊട്ട് റൈറ്റ് സൈഡിലാണ് ശരിക്കും ഇങ്ങനെ ചർച്ചൊക്കെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ദേ ആ ചർച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ വരുന്നത്. അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് എന്നാണ് കേട്ടത്. എന്നെ ChatGPT പറഞ്ഞ് തെറ്റിച്ച് ഞാൻ അങ്ങോട്ട് ആ സൈഡിൽ നടന്നേ. പക്ഷെ വരുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു വില്ലേജ് വ്യൂ കിട്ടി. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാം. മഴ ആയതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും മഴ ആയപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യേ, അതെന്ത് നല്ല വ്യൂ ഉണ്ട് ഇവിടെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കണ്ടുവന്നത്. നമ്മളിവിടെ നിന്നപ്പോഴേ ഇവിടെയും ലോട്ടർ ബ്രണ്ണറിലെ പോലൊരു സെമിത്തേരി. ഇവിടെ എല്ലാ സെമിത്തേരിയും നമ്മുടെ നാട്ടിൽ സെമിത്തേരിയെ കണ്ട ഒരു ശോകമൂകമായ അവസ്ഥ തോന്നുമല്ലോ. പക്ഷെ ഇവരിവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെയാണ് വെച്ചിരിക്കണേ. കണ്ടോ, പൂക്കളെല്ലാം വെച്ച് ചെറിയ ഗിഫ്റ്റും ലൈറ്റും അങ്ങനെയൊക്കെ വെച്ച് സെമിത്തേരി അലങ്കരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടൊരു സെമിത്തേരി പോലെ തന്നെയുണ്ട്. അത് കൊള്ളാം. ഞാൻ വെള്ളം കുടിച്ചില്ല, വെള്ളം കുടിച്ചു നോക്കട്ടെ. ആ, അവിടെയുണ്ട് സെമിത്തേരി. നമ്മൾ തിരിച്ച് ട്രെയിൻ എടുത്ത് തിരിച്ചു പോവാണ്. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഗൈസ്, ഇന്നലെ എനിക്ക് ആ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ പിന്നെ അധികം കറങ്ങിയില്ല, കാരണം കുറച്ച് ടയർഡായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ പിടിച്ച് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ് റൂം. അടുത്ത് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ആ വ്ളോഗ് ഇനി വേറെ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.